വയനാട്ടിൽ വ്യവസായിയുടെ വാഹനം തട്ടിയെടുത്ത കവർച്ചാ സംഘം ലക്ഷ്യം വെച്ചത് കുഴൽപ്പണക്കടത്തുകാരെയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. തെറ്റായ വിവരം ലഭിക്കുകയോ വാഹനം മാറിപ്പോയതോ ആകാം വ്യവസായിയെയും ഡ്രൈവറെയും ആക്രമിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ പോലീസ് കരുതുന്ന നിഗമനം. നവംബർ 4 നടന്ന ആക്രമണത്തിൽ 6 പ്രതികളെയും ഒരാഴ്ചയ്ക്കുള്ളിൽ പോലീസ് പിടികൂടിയിരുന്നു. കോഴിക്കോട് സ്വദേശിയായ വ്യവസായി CS സന്തോഷ് കുമാർ, ഡ്രൈവർ ജിനീഷ് എന്നിവർക്ക് നേരെയാണ് സുൽത്താൻ ബത്തേരിക്കടുത്ത് കല്ലൂരിൽ വെച്ച് ആക്രമണമുണ്ടായത്. നവംബർ 4 രാത്രി 9:30യോടെയായിരുന്നു സംഭവം. സന്തോഷിന്റെ ഇന്നോവ കാർ തട്ടിയെടുത്ത സംഘം പിന്നീട് വാഹനം ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. അക്രമി സംഘത്തിലെ 6 പേരെയും സഹായം ചെയ്ത ആളെയും ഒരാഴ്ചക്കിടെ പോലീസ് പിടികൂടി. എന്നാൽ സന്തോഷോ അദ്ദേഹത്തിന്റെ വാഹനമോ ആയിരുന്നില്ല പ്രതികളുടെ ലക്ഷ്യമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കുഴൽപ്പണം കടത്തുന്ന വാഹനം ആക്രമിച്ച പണം കവരുകയായിരുന്നു ലക്ഷ്യം. ഇവർക്ക് വാഹനം മാറിപ്പോയതോ തെറ്റായ വിവരം ലഭിച്ചതോ ആകാമെന്നാണ് നിഗമനം. ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെക്കുറിച്ചും സന്തോഷിന്റെ വാഹനം ആക്രമിക്കാൻ നിർദ്ദേശം നൽകിയവരെക്കുറിച്ചും അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ പ്രതികൾ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ഇവരെക്കുറിച്ച് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. കൊടൈക്കനാലും തിരുവനന്തപുരവും വരെ നീണ്ട അന്വേഷണത്തിലൊടുവിലാണ് സുൽത്താൻ ബത്തേരി പോലീസ് അക്രമികളെ പിടികൂടിയത്. വളരെ ആത്മാർത്ഥമായിട്ട് ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി നടത്തിയ അന്വേഷണമായിരുന്നു. വളരെ സമയമെടുത്ത് തെക്ക് തിരുവനന്തപുരം മുതൽ കോഴിക്കോട് അങ്ങേയറ്റം കോഴിക്കോട് വരെ അന്വേഷിച്ചാണ് ഈ 7 പ്രതികളും പിടിയിലായിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നാലും 7 പ്രതികളല്ല, ഇനി കൂടുതൽ പ്രതികളുണ്ടാവും. അത് കൂടുതൽ അന്വേഷണത്തിലേ വെളിവാകത്തുള്ളൂ. അപ്പോൾ മോഷണം നടന്ന് ഈ കൊള്ള നടന്ന് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ബത്തേരി പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും രക്ഷപ്പെട്ടയാളെ അധിക കാലതാമസം കൂടാതെ തന്നെ മറ്റ് 6 പ്രതികളോടൊപ്പം കൂടെ വളരെ വിദഗ്ധമായിട്ട് തന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുള്ളതുമാണ്. പ്രധാന പ്രതിയായ സുഹാസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും പിടിയിലായി. കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച 2 വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്.